പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ വീണ്ടും നമ്മുടെ SBMൻ്റെ ഫാക്ടറിയിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. കുറേ നാൾ മുമ്പ് എനിക്ക് പനി ചുമ കുറേ രോഗങ്ങൾ വന്നിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിതനായി മാറി. പിന്നെ ഇപ്പോഴത്തെ പനി വരുന്നത് 1-2 ആഴ്ച നിൽക്കുന്നുണ്ട്. ഈ വൈറൽ ഫീവർ ആണെങ്കിൽ പോലും സാധാരണ പനിയാണെങ്കിൽ വരെ കുറച്ച് നാൾ നീണ്ടു നിൽക്കും. ഇപ്പോൾ ജഗ്ഗുനായാലും കുറച്ച് നാൾ നിന്നു. പിന്നെ പനി മാറിയാലും ക്ഷീണം മാറുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ച അവന് പഠിക്കാനുള്ള മടി കൊണ്ട് ക്ഷീണം അഭിനയിക്കണമെന്നാ. പക്ഷെ പിന്നെ മനസ്സിലായല്ല, ശരിക്കും ക്ഷീണം തന്നെയാണെന്ന്. പകലും ഫുൾ ടൈം ഉറക്കം, രാത്രി ഉറക്കം. ആദ്യം ഗുളികയുടെ ക്ഷീണം വിചാരിച്ചു, പക്ഷെ ഗുളിക നിർത്തിയിട്ടും ഭയങ്കര ക്ഷീണമായിരുന്നു. പകൽ മുഴുവൻ കിടന്നുറങ്ങും, അത് കഴിഞ്ഞ് രാത്രിയും നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പം അത് ഈ കൗണ്ട് താഴലും അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം നന്നായിട്ട് വരുന്നുണ്ട് പനി മാറിയാലും. ചേട്ടൻ അന്ന് പനി വന്നിട്ട് ഭയങ്കരമായിട്ട് ശോഷിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻ്റെ കണ്ണിലും മുഖത്തും ഒക്കെ ക്ഷീണം ശരിക്കും അറിയും. ശരീരം മൊത്തം ക്ഷീണിച്ചു. അപ്പൊ അന്ന് ഒരു മരുന്ന് കഴിച്ചു തുടങ്ങുന്നു. ശ്രീദേവി ഡോക്ടർ അന്ന് മരുന്നല്ല ഒരു ഇങ്ങനെ ഭയങ്കര ക്ഷീണമുള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കാണ് ക്ഷീണം ഉണ്ടാവുമ്പോ കഴിക്കണതാണ് അത് ഓജസ് ചൂർണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ ചേട്ടന് ഭയങ്കര ക്ഷീണം എന്ന് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു തൃശ്ശൂര് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇത് തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ പറഞ്ഞു. പാലിൽ 2 ആഴ്ച കഴിച്ചപ്പോഴാണ് ഞാൻ പഴയ പോലെ ആയത്. എന്നിട്ട് അത് കഴിച്ചിട്ട് വിവരം പറയാന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളത് ആ സാധനം ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അത് കാണിച്ചു തരാനും അത് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടില്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഫാക്ടറിയിലേക്ക് വന്നിട്ടുള്ളത്. ഓജസ് ചൂർണത്തിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ, അതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞു തരും നമുക്ക്. അടിപൊളിയാണ് സാധനം. അപ്പോൾ ഓജസ് ചൂർണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഡോക്ടർ തന്നെ പറഞ്ഞു തരും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അമുക്കുരാണ്. എല്ലാവർക്കും അറിയാം, അശ്വഗന്ധ, അമുക്കുരം, പിന്നെ നായ്ക്കുരണപ്പരിപ്പ്, മുത്തങ്ങ, ഇരട്ടിമധുരം, കാട്ടുഴുന്ന്, അടപതിയങ്കിഴങ്ങ്, ഇതൊക്കെയാണ് ഇതിലെ കീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. അപ്പം ഇതിൻ്റെ വില കൂടാനുള്ള കാരണം, പൊതുവേ നമ്മുടെ വില കൂടാനുള്ള, മരുന്നുകളുടെ വില കൂടാനുള്ള കാരണം പല ആൾക്കാരും ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് മേടിക്കുമ്പോൾ, ഔഷധങ്ങൾ മേടിക്കുമ്പോൾ 3 ക്വാളിറ്റിയിൽ വാങ്ങിക്കാൻ കിട്ടും പലതും. ഉദാഹരണത്തിന് അടപതിയങ്കിഴങ്ങിന് ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇപ്പോഴത്തെ വില 1400 രൂപ അല്ലേ? 1400 രൂപയ്ക്കാണ് നമ്മൾ അടപതിയങ്കിഴങ്ങ് മേടിച്ചു ഫസ്റ്റ് ക്വാളിറ്റി. ഇതേ സംഗതി സെക്കൻഡ് ക്വാളിറ്റിക്ക് 1000-ന് കിട്ടും. തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയ്ക്കൊക്കെ കിട്ടും. അത് ബ്ലാക്ക് കളർ അങ്ങനെ വേര് പോലെയൊക്കെ ആയിട്ടിരിക്കും. അത് മേടിക്കുന്ന ആൾക്കാരുണ്ട് ഇതിന്. അതുപോലെ അമുക്കുരത്തിന് ഇപ്പോഴത്തെ വില 600 രൂപ അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി 600 രൂപ. ഇത് തന്നെ 400 രൂപയ്ക്ക് കിട്ടും, 300 രൂപയ്ക്കും കിട്ടും. അപ്പോൾ ആ ക്വാളിറ്റി സംഗതി മേടിക്കുമ്പോഴാണ് അതിന് വില കൂടുന്നത്. ഓരോ ഇൻഗ്രീഡിയൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളിത് ഇപ്പൊ ഈ നായ്ക്കുരണ പരിപ്പൊക്കെ നമ്മൾ ഈ ഇത്രയും വൃത്തിയിലും ഭംഗിയിലും ഇരിക്കില്ല. ഈ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയിലും എന്നൊക്കെ പറഞ്ഞാൽ നിറച്ച് കല്ലും കട്ടയൊക്കെ ഉണ്ടാവും. പല കമ്പനിക്കാരും നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് കഴുകുക പോലും ചെയ്യാണ്ട് നേരെ ഉപയോഗിക്കുകയും ചെയ്യും പല റോ മെറ്റീരിയൽസും. നമ്മളാണെങ്കിൽ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ അമുക്കുരവും നായ്ക്കുരണപ്പരിപ്പും 3 തവണ പാലിൽ പുഴുങ്ങി ശുദ്ധീകരിച്ചെടുക്കണം. 3 തവണ. ഒരു പ്രാവശ്യം ശുദ്ധി ചെയ്യും, പിന്നെ അതൊന്ന് അതായത് പാലില് തിളപ്പിക്കും. നാളെ കാണാം നമുക്ക് ഇതെങ്ങനെയാ ചെയ്യുന്നുള്ളത്, നാളെ വരുമ്പോ കാണാം. അപ്പൊ അത് തിളപ്പിച്ച് ഒരു പ്രാവശ്യം എടുക്കും. അതെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ഉണക്കും, വീണ്ടും ഒന്നും കൂടെ ചെയ്യും. അതുപോലെ 3 തവണ ആവർത്തിക്കും ഇത്. ബാക്കിയുള്ളതൊക്കെ കിഴികെട്ടിയിട്ട് പാലിൽ ശുദ്ധീകരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതെല്ലാം പാലിൽ കിഴികെട്ടി ശുദ്ധീകരിച്ചു വെച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, റോ മെറ്റീരിയൽസ്. അത് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പാലിൽ ശുദ്ധീകരിക്കണം എന്ന്. മറ്റുള്ളത് ഇവിടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത സംഗതികൾ, അതായത് അമുക്കുരവും നായ്ക്കുരണപ്പരിപ്പും പാലിൽ പുഴുങ്ങി ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാം. ബാക്കി എല്ലാതും ഓൾറെഡി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാലിൽ പുഴുങ്ങി ഉണക്കി വെക്കും. വന്ന ഉടനെ തന്നെ കഴുകും, പിന്നെ പാലിൽ കിഴികെട്ടിയിടും. കിഴികെട്ടിയിട്ട് അടിയിൽ പാല് വെച്ചിട്ട് അതിന്റെ ആവിയിൽ അത് ശുദ്ധീകരിക്കും. എന്നിട്ടാണ് ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ പൊടിക്കുകയാണ്, പിന്നെ പൊടിക്കും. അത്രേ ഉള്ളൂ ഇതിലിപ്പോ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഈ നായ്ക്കുരണപ്പരിപ്പ്, അമുക്കുരം എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ നമുക്ക് ഈ കൗണ്ട് കുറവിന്, കുട്ടികളില്ലാണ്ട് കുറവിന് ചികിത്സിച്ചോടുന്ന സമയത്ത് എല്ലാ ആയുർവേദമാണ് നമ്മൾ മെയിനായിട്ട് അന്ന് ചെയ്തിരുന്നത്. അപ്പോഴൊക്കെ എല്ലാവരും ഇതാണ് തരാം. കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് തരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കൗണ്ട് കൂടാൻ മാത്രമല്ല, ഈ
എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ലൈംഗിക ബലഹീനതകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് രണ്ടും. അപ്പൊ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ രീതിയിൽ പുഴുങ്ങി ശുദ്ധീകരിച്ച് വേണം മാത്രം എടുക്കാൻ, അല്ലാണ്ട് വെറുതെ കാര്യമില്ല. ഇതുപോലെ ചെയ്ത് അത് മാത്രമല്ല, അതിന്റെ കൂടെ ചേരുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിനനുസരിച്ചിരിക്കും, അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിരിക്കും അതിന്റെ ഗുണം. അപ്പൊ ഇനി ഇത് പാലിൽ പുഴുങ്ങണമൊക്കെ ഇനി നാളെയാണ് ചെയ്യുക. അതിന് നാളെ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഈ ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത്, ആയുർവേദ ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതിൻ്റെ ശുദ്ധിക്രമങ്ങൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ്. ഇത് നായ്ക്കുരണവിത്താണ്. 20 കിലോ നായ്ക്കുരണവിത്ത് ഇതുപോലെ കിഴികെട്ടി 20 ലിറ്റർ പാലിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് കാണുന്നത്. ഇത് കിഴികെട്ടി പാലിൽ പുഴുങ്ങിയെടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി അശ്വഗന്ധ അഥവാ അമുക്കുരമാണ്. ഇത് 2-3 തവണ നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതുപോലെ കിഴികെട്ടി പാലിൽ പുഴുങ്ങിയെടുക്കുന്നത്. ഈ പ്രോസസ്സ് നമ്മൾ 7 തവണ ആവർത്തിക്കും. അപ്പോൾ ഓജസ് ചൂർണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പാലിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഉണക്കാൻ വെച്ചതാണ് ഡ്രയറിൽ. അത് തേഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് എത്ര സമയം വെച്ചിട്ടുണ്ടായിരുന്നു? ഇതും ഏതാണ്ട് ഒരു 8-9 മണിക്കൂർ. പാലിൽ പുഴുങ്ങി നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോ തന്നെ ഏതാണ്ട് ഉണങ്ങിയ പോലെയാണ്. ചെറിയ നനവല്ലേ ഉണ്ടാവുള്ളൂ. ആവിയിലാണല്ലോ പുഴുങ്ങിയെടുക്കുന്നത്. പിന്നെ പെട്ടെന്നാവും. ഇതാ കണ്ടില്ലേ നമുക്ക്. എന്താ ഒരു മണല്ലേ. പണ്ടൊക്കെ ശരിക്കും വെയിലത്ത് വെച്ചിട്ട് ഉണക്ക അല്ലേ? ആണോ? വെയിലത്ത് വെക്കും, മുകളിൽ ഒരു തുണി ഇടും, കട്ട വെച്ചിട്ട് അതന്നെ അങ്ങനെ വെക്കും. അതാണ് കൂടുതൽ നല്ലതെന്ന് പറയും. ആ സാധനങ്ങളാണ് കേട്ടത്. പൊടിക്കാൻ പോവാണ്. അതൊന്ന് ചൂടാറിയിട്ടാണ് കുറച്ച് സമയം വെച്ച് ചൂടാറി. ഇനി അത് പൊടിക്കാൻ പോവാ. അല്ല, ഇതിന് ചൂടാറേണ്ട ആവശ്യമില്ല. ഡ്രയറിൽ ചെറിയൊരു ടെമ്പറേച്ചർ അല്ലേ ഉണ്ടാവും. അപ്പോൾ ഓജസ് ചൂർണം ഉണ്ടാക്കുന്ന വിധമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് 150 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെയും അങ്ങനെ 2 ബോട്ടിൽ 2 ഇതിലാണ് നമുക്കിത് വാങ്ങാൻ കിട്ടുക. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും. ഓജസ് ചൂർണം നമ്മളിത് കുറേ കാലങ്ങളായിട്ട് എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയതൊരു 14-15 വർഷമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് ഒന്ന് ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനും കൊടുത്തിരുന്നു. സൂര്യാമൃതം വേറെ ഉണ്ട്. കാരണം അത് ചേട്ടൻ കുറെ കഴിച്ചിട്ടുണ്ട്. അത് കൗണ്ട് കൂടാനൊക്കെ വേണ്ടി നല്ലതാണ്. അപ്പം അതിനെ തന്നെ സൂര്യാമൃതം തന്നെ കുറേ പേര് കഴിച്ചിട്ട് കൗണ്ട് കൂടുന്നതിനൊപ്പം തന്നെ അവർക്ക് മൊത്തത്തിലൊന്ന് ഉഷാറൊക്കെ വർദ്ധിക്കുന്നുണ്ട്, ഉന്മേഷം കൂടുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള ചില ആൾക്കാർ അത് കഴിച്ചിട്ട് തന്നെ അവരെ ഷുഗർ ലെവൽസ്, അതായത് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ പ്രിലിമിനറി പ്രീ ഡയബറ്റിക് ആയ ആൾക്കാരൊക്കെ ഇത് മാത്രം കഴിച്ചിട്ട് അത് മാറുന്നുണ്ട് എന്നൊക്കെ പറയുകയും
അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സൂര്യാമൃതം അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ ടേസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അറിയാലോ. ആണ്. പിന്നെ അത് ഒന്ന് നെല്ലിക്കയുടെ അളവ് ധാരാളം ഉള്ളതുകൊണ്ട് പാലിൽ കലക്കുന്ന പാടെ അതൊന്ന് പിരിഞ്ഞു വരും, ഓർമ്മയുണ്ടാവും. പിന്നെ അതിലിങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതെ, ഇങ്ങനെ നിൽക്കും വയൽച്ചുള്ളി വിത്തൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അത് കഴിക്കാൻ അത്ര സുഖമില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇതും കൂടെ ഇറക്കാം എന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ കഴിക്കണത് എന്തിനു വേണ്ടി, മരുന്ന് കുട്ടികളില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞ ആ സമയത്ത് എന്ത് കലക്കി തന്നാലും കുടിക്കുന്ന പോലെയാണ് അന്നത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് കുടിക്കും. പക്ഷെ ഇപ്പൊ ഷുഗറിനായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായാലും കുറച്ച് ടേസ്റ്റ് വേണമെന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും കഴിക്കാം. പിന്നെ അതുപോലെ ഷുഗർ പേഷ്യൻസിന് പ്രത്യേകിച്ച് കഴിക്കാം, ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം, കിടപ്പിലായ രോഗികൾക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പനി ഒക്കെ വന്നിട്ട് പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ഭയങ്കര ക്ഷീണമുണ്ട് കുറേ ആളുകൾക്ക്. അതൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മാജിക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഓജസ് ചൂർണം. അത് കോവിഡിന് ശേഷമാണ് മനസ്സിലായത്. ഇപ്പം എനിക്ക് തന്നെ കോവിഡ് വന്നിട്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. തീരെ വയ്യായിരുന്നു, എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്തൊക്കെ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസമൊക്കെ കഴിച്ചപ്പോഴേക്കും തന്നെ അത് നമുക്ക് ആ ഉന്മേഷവും ഉഷാറൊക്കെ തിരിച്ചു വന്നു. അടുപ്പിച്ച് പനി വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അതെ, എന്നിട്ടാണല്ലോ ഇത് തന്നത്. ഡോക്ടർ ആ വീഡിയോയിൽ ചേട്ടനെ കണ്ടിട്ടാണ് എനിക്ക് ഫോൺ വിളിച്ചത്. അജുന് എന്താ പറ്റിയ ഭയങ്കര ക്ഷീണം, അപ്പൊ നമ്മളുടെ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഓജസ് ചൂർണം വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ പേരെന്നെ ഓജസ് ചൂർണം എന്നാണ്. അപ്പൊ നമുക്ക് നല്ല ഓജസ് വരും. അപ്പോൾ ഓജസ് എന്നുള്ളവർ പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ധാതുവാണല്ലോ. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് കഴിക്കാം. ക്ഷീണിതരായവർക്ക് പ്രത്യേകിച്ച് കഴിക്കാം. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും കഴിക്കണം എന്ന് പറയാം നമുക്ക്. കാരണം മസിൽ ലോസ് ഒക്കെ ഇല്ലാണ്ടാവും. ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഭയങ്കര നല്ലതാണ് ഇത്. പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ക്ഷീണം, പിന്നെ നമ്മൾ പറയാണ്ട് തന്നെ നാഡീ തളർച്ച, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന, അതായത് വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും. ഈ ലൈംഗിക ശേഷി കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. വർദ്ധിപ്പിക്കും, ലിബിഡോ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അതെ, അശ്വഗന്ധ, മുക്കുണ, അതായത് നായ്ക്കുരുടെ വിത്ത്, അശ്വഗന്ധ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആണല്ലോ ചേർക്കുന്നത്. പിന്നെ അത് ഇത്രയും ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും ഉണ്ടാകില്ല. കുറേ ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാല്, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രമേഹമുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചുണ്ട്. ഒരു 10-60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എപ്പോഴും ക്ഷീണം എന്ന് പറയില്ലേ, എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ക്ഷീണമാണ്, കിടക്കണം എന്ന് തോന്നും, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെയുള്ള ആളുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ കഴിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ അവരുടെ എനർജി ലെവലിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഷുഗർ പേഷ്യൻസിന്, അതുപോലെ തന്നെ ക്ഷീണിതരായ എല്ലാതരം ആളുകൾക്കും കഴിക്കാം. പല അസുഖങ്ങൾ മാറിയിട്ട് ക്ഷീണം വന്ന ആളുകൾ, അവർക്കൊക്കെ പ്രത്യേകിച്ച് കഴിക്കാം. കിടപ്പ് രോഗികൾക്ക് പ്രത്യേകിച്ച് കഴിക്കാം. പിന്നെ കുട്ടികൾക്കും കഴിക്കാം. കുട്ടികൾക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട. വളരെ ക്ഷീണം, പഠിക്കാൻ വയ്യ, ഒന്നിലെല്ലാത്തിനും ക്ഷീണം, ഉഷാറില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാം. ഒരു 10-21 ദിവസം കൊടുക്കുക, നിർത്തുക. അവർക്ക് അങ്ങനെ ഒരു സ്പൂൺ പാലിൽ കലക്കിയിട്ട്. പാല് കഫം വർദ്ധിപ്പിക്കും എന്നുള്ള പ്രശ്നമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാലെടുക്കുമ്പോൾ 1/2 ഗ്ലാസ് പാലെടുത്ത് അതിൽ 1 കുരുമുളകിൻ്റെ മണിയും 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ഇരട്ടി വെള്ളം ചേർത്ത്, അതായത് 1/2 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്ത ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ട് ആ പാലിൽ വേണം ഇത് കലക്കി കൊടുക്കാൻ. അപ്പോൾ ഒട്ടും കഫം വർദ്ധിപ്പിക്കില്ല. കുട്ടികൾക്കും അങ്ങനെ കൊടുക്കാം. അപ്പം അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ ആ ഉഷാറ് കിട്ടിയെന്നറിഞ്ഞാൽ അപ്പം നിർത്തിക്കൊള്ളണം. നേരെ മറിച്ച് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു 3 മാസം കഴിക്കുക, പിന്നെ അവർ 1-2 മാസം ഇടവിട്ടോട്ടെ, വീണ്ടും ക്ഷീണം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാം. ആ രീതിയിൽ തുടരാം. അല്ലാണ്ട് കൊല്ലം മുഴുവൻ കഴിക്കാൻ നമ്മൾ ഒരിക്കലും പറയില്ല. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക, നിർത്തുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ഷീണം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കഴിക്കുക. കാരണം ഭക്ഷണം ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ട്, ഇന്ന് കഴിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ചില സപ്ലിമെൻറ്റ്സും. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ പ്രീ ഡയബറ്റിക് ആയ ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. ഡയബറ്റിക് അല്ലാതെ ഷുഗർ ലെവൽസൊക്കെ നോർമലായിട്ട് പോകാനും, ആ ക്ഷീണം, അമിതമായ ദാഹം, പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കുക, അതൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ്. ഭയങ്കര വണ്ണമുള്ള ആൾക്കാർക്ക് ക്ഷീണം ഉണ്ടെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ട് 6:30ക്കും 7 മണിക്കും ഇടയിൽ ഇതുപോലെ തന്നെ വലിയൊരു ടീസ്പൂൺ 1 ഗ്ലാസ് പാലിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ 1 ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 1 മണി കുരുമുളകും 1 നുള്ള്
മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ തിളപ്പിച്ച് അതൊന്ന് ഇളം ചൂടാവുമ്പോൾ ഇത് ഹോർലിക്സ് ഒക്കെ കലക്കണ പോലെ ആദ്യം കുറച്ചെടുത്ത് കലക്കി ഒരുമിച്ച് നന്നായി കലക്കി ഇതൊരു ഗ്ലാസ് പതിയെ പതിയെ കുടിക്കാം. ഒറ്റയടിക്ക് കുടിക്കരുത് കേട്ടോ. പതിയെ പതിയെ ഒരു 10 മിനിറ്റ് എടുത്ത് കുടിച്ചാൽ വേറെ ഭക്ഷണമൊന്നും കഴിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വണ്ണവും കുറയും, ക്ഷീണം മാറുകയും ചെയ്യും. പിന്നെ പലതരം ഡെഫിഷ്യൻസി ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അപ്പം ഇത് ഓജസ് ചൂർണം നമ്മളുടെ ഒരു ഈ 10-15 വർഷത്തെ അനുഭവം കൊണ്ട് നമ്മളുടെ ഒരു ഏറ്റവും നല്ല പ്രോഡക്ട്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ശ്രേണിയിൽ പെട്ട ഒന്നാണ്. മുക്കുറ്റി ലേഹ്യമൊക്കെ പോലെ മുക്കുറ്റി ലേഹ്യമൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് മുക്കുറ്റി ലേഹ്യം. അതിനാലും മുക്കുറ്റി ലേഹ്യമല്ല, ഓജസ് ചൂർണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് 2 പാക്കുകളിലാണ് കിട്ടുക. 150 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെയും. ഇതെന്താ വെച്ചാൽ ഇതൊരു ടെസ്റ്റ് പാക്കാണ്. പല ആളുകൾക്കും ഇത് ഉപയോഗം ഉണ്ടാവുമോ, ഇത്ര വില കൊടുത്ത് മേടിച്ചിട്ട് എങ്ങനെയാണ് എന്നൊക്കെ തോന്നുമല്ലോ. നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ വിലയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് 150 ഗ്രാമാണ്. ഇതിന് വില എത്ര? 489 രൂപയാണ് ഇതിന്റെ വില. ഒരു മാസത്തേക്ക് തികയും. ഇത് 250 ഗ്രാം ഉണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് ഇത് ഫലിക്കുന്നുണ്ടെങ്കിൽ മാത്രം വലിയ ബോട്ടിൽ വാങ്ങിയാൽ മതി. ഇത് 250 ഗ്രാമിന് 789 രൂപ. ഇത് ഒരു മാസത്തേക്ക് ഉണ്ടാവും. ഇതൊരു 10-15 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റും വ്യത്യാസം. അപ്പോൾ ക്ഷീണം മാറുന്നുണ്ടോ, ഉഷാറോ ഉന്മേഷമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇവിടെ തരാം, നമ്പർ തരാം, അല്ലെങ്കിൽ SBMന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടായാലും വാങ്ങാം. പിന്നെ ഇത് UAE-യിലും കിട്ടും, ഗൾഫ് രാജ്യങ്ങളിലെല്ലായിടത്തും കിട്ടും. അത് അവിടെ നിന്ന് അവർ കൊറിയർ ചെയ്ത് കൊടുക്കും, ദുബായിന്ന്. അപ്പോൾ ദുബായിലുള്ള ഷോപ്പുകളിലുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ എവിടെയൊക്കെ ഷോപ്പുകളിൽ കിട്ടുക, ദുബായിൽ എവിടെയൊക്കെ ഷോപ്പുകളിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ.